ഹലോ ഗൈസ്, അപ്പം ഞാനും എൻ്റെ ലല്ലൂമ്പിയും കൂടെ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. വേറെ അങ്ങോട്ടല്ല, മൂന്നാറിലോട്ടാണ്. അപ്പം മാപ്പിൽ ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് പോവുകയാണ്. രാത്രിയാണ് ഇറങ്ങിയത്. ലല്ലു എനിക്ക് ചായ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചത്, കാരണം ഈ ചായ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടെ എത്തി ലല്ലു കുരങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാട്ടൊക്കെ കേട്ടിങ്ങനെ ആസ്വദിച്ച് പോയി. ഇതാണ് ഞങ്ങൾ സ്റ്റേ അടിച്ച സ്ഥലം. ഇത് വാഗമണിൻ്റെ സെൻറ്ററിൽ തന്നെ വരുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റേ ആണ്, പക്ഷേ കുറച്ച് പൈസ വേണം. പൈസ എങ്ങനെ ഉണ്ടാക്കിയാൽ ലാസ്റ്റ് ഞാൻ പറയാം. എന്നാലും പൈസ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്? അപ്പൊ ഇത്രയൊക്കെ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല പൈസ വേണ്ടി വരും. അപ്പൊ അത്രയും പൈസ ഇവരെങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ള ആ ഒരു വലിയ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഫസ്മിനെ വന്നിരിക്കുകയാണ് നമ്മുടെ തൊപ്പിയുടെ എക്സ് ഗേൾഫ്രണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ കറങ്ങാനൊക്കെ കുറേ സ്ഥലത്ത് പോയി. പിന്നെ ഞാൻ ലല്ലുവിനെ വെറുതെ ഇരുന്ന് ചൊറിഞ്ഞ് ലല്ലുവിനെ ഇടങ്ങേറാക്കി പാവം. അപ്പോൾ ഞാൻ ഗെയിം കളിച്ചാണ് പൈസ ഉണ്ടാക്കി. ഇതാണ് ഇൻ്റർഫേസ്. ഡ്യൂൻ എന്നാണ് ഗെയിമിൻ്റെ പേര്. നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ കളർ പ്രഡിക്ഷനാണ് കളിക്കുന്നത്. കളർ പ്രഡിക്ഷൻ വഴിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ എളുപ്പം. പക്ഷേ കുറച്ച് ബുദ്ധിയൊക്കെ വേണം. പ്രോഫിറ്റ് ലോസും ഉണ്ടാവും, പക്ഷേ എപ്പോഴും ലോസ് ഉണ്ടാവണമെന്നില്ല. 3x വെച്ച് കളിച്ചാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനൊരു 50,000 രൂപ ബെറ്റ് ചെയ്യാണ്. ആദ്യമായിട്ട് കളിക്കുന്നവർ ഇത്രയും പൈസ ഒന്നും ബെറ്റ് ചെയ്ത് ദയവ് ചെയ്ത് കളിക്കരുത് ഗൈസ്. ഓക്കെ, അങ്ങനെ ടൈമർ ഉണ്ട്. പൈസ കിട്ടിയത് നമുക്ക് അറിയാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. യെസ് ഗൈസ്, 98,000 പൈസ കിട്ടി. അപ്പം നിങ്ങൾ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഡെപ്പോസിറ്റ് ഓപ്ഷൻ. അപ്പൊ നമ്മുടെ തൊപ്പിയുടെ എക്സ് ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ഫസ്മിന ഇപ്പൊ അങ്ങനെ പുതിയ ബോയ് ഫ്രണ്ട് ഒക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിറച്ച് കാര്യം ഇപ്പൊ ഒന്ന് കഴിഞ്ഞപ്പോ തൊപ്പിയായിട്ടുള്ളത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ അടുത്തതായി. അപ്പൊ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനകത്തൊന്നും പറയണമെന്നില്ല. പക്ഷെ ഒരു ചൊല്ലുണ്ട്, അതായത് കീപ് ഇറ്റ് പ്രൈവറ്റ്. നമ്മുടെ സ്വന്തമാവുന്ന വരെ ആ സാധനം പ്രൈവറ്റ് ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ചൊല്ലുണ്ട്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. അതായത് നമ്മുടെ സ്വന്തം ആവുന്ന വരെ ആ സാധനം പബ്ലിക് ആയിട്ട് വെക്കുക. പബ്ലിക്കായിട്ട് എല്ലാവരും കണ്ടോട്ടെ. എല്ലാവരും കണ്ട് എല്ലാവരും എല്ലാം കണ്ടൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയും ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി, ഇനി ഒന്നുമില്ല. ലാസ്റ്റ് അവർ തമ്മിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പൊ അതൊക്കെയാണ് ഇവിടെ നടന്നിട്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഫസ്മിനയുടെ സ്ഥിരം പരിപാടി. പിന്നെ ഞാൻ ഈ തൊപ്പിയുടെ എക്സ് ഗേൾഫ്രണ്ട് എന്ന് എടുത്ത് പറയാനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ നാലാള്. നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ തന്നെ അങ്ങനെയാണ് വന്നേക്കുന്നത്. നിങ്ങൾ പബ്ലിക് ആയത് തന്നെ ഇങ്ങനെയാണ്. തൊപ്പിയുടെ ഗേൾഫ്രണ്ട് എന്നുള്ള രീതിക്കാണ് നിങ്ങൾ പബ്ലിക് ആയേക്കുന്നത്. അതിപ്പോ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ പറഞ്ഞാലും, നിങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞാലും, നിങ്ങൾ തൊപ്പിയുടെ എക്സ് ഗേൾഫ്രണ്ട് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടാ. അപ്പൊ അത് നിങ്ങൾക്ക് ഒരിക്കലും അത് മാറ്റി നിർത്താനൊന്നും പറ്റണ കാര്യമല്ല. അപ്പൊ ആ ഒരു കാര്യം അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവരിപ്പോ ട്രിപ്പ് പോകുന്നുണ്ട്, മറ്റടുത്ത് പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവർ പൊക്കോട്ടെ, അവരുടെ ഇഷ്ടം, അവർക്ക് അത് എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷെ ഇതിന്റെ കൂടെ ഈ നമ്മുടെ ഈ ഉഡായിപ്പ് പ്രൊമോഷനാണ് സഹിക്കാൻ പറ്റാത്ത കാര്യം. അതായത് നിങ്ങൾ എന്തോ ചെയ്തു, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എന്തോ ചെയ്തു, നിങ്ങൾ ആരുടെ കൂടെ വേണമെങ്കിൽ പൊക്കോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ ആരുടെ കൂടെ ജീവിക്കണം. അതൊക്കെ ഞാൻ പറയണില്ല നിങ്ങൾ ഇന്ന ആളുടെ കൂടെ തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ തന്നെ, അങ്ങനെ ഒന്നുമല്ല. അവനവന്റെ ഇഷ്ടമാണ്, അവനവനെ ആരുടെ കൂടെ ജീവിക്കണം, അതിനൊന്നല്ല പ്രശ്നം. പക്ഷെ എന്തിനാണ് ഈ ഉഡായിപ്പ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യണത്? ഇത് പ്രൊമോട്ട് ചെയ്തിട്ട് ഇപ്പൊ ഈ ഒരു വീഡിയോനകത്ത് തന്നെ ഞാൻ സൈഡിൽ കൊടുക്കുക ഇവരുടെ പ്രൊമോഷൻ. ഇവരിത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവരുടെ നമ്മുടെ ഇൻസ്റ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവ ഇഷ്ടംപോലെ വീഡിയോസ് കാണും ഇതേപോലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യലും, ഈ ഗെയിമിങ്, ബെറ്റിങ്, ഇതേപോലുള്ള സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഭയങ്കര രീതിക്ക് പൈസ ഉണ്ട്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ കാണിച്ച വീഡിയോനകത്ത് തന്നെ 50,000 രൂപ ഇടുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കണത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇത് കണ്ടിട്ട് ഇടുന്ന കുറച്ച് പേരെങ്കിലും കാണുമായിരിക്കും. ഇത് കണ്ടിട്ടൊരു 10 പേരെങ്കിലും ഇട്ടെന്ന് വിചാരിച്ചു. 10 പേരിൽ ചിലപ്പോൾ ഒരാൾക്ക് വല്ലതും കാശ് തിരിച്ചിട്ടും 9 പേരുടെ കാശും പോയിട്ടുണ്ടാവും. ഇത് ഇപ്പൊ നിങ്ങളോട് മെസ്സേജ് അയച്ച് പറയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും റിപ്ലൈ കൊടുക്കൂല അതിനൊന്നും. കാര്യം എന്താണ്? റിപ്ലൈ കൊടുത്താൽ നിങ്ങൾക്ക് അറിയാം പണി കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാം. പിന്നെ അവരുടെ കാശ് ചിലപ്പോൾ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരെ വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ റിപ്ലൈ കൊടുക്കൂല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ കമന്റ് ബോക്സ് എടുത്തങ്ങ് ഓഫ് ചെയ്ത് അങ്ങോട്ട് വെക്കും. കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുള്ള കാര്യം. പിന്നെ അവർ പറയുന്നൊന്നും കേൾക്കണ്ട, കാശ് പോയെന്ന് പറയുന്നത് കേൾക്കണ്ട, അപ്പൊ അതൊന്നും കേൾക്കണ്ട. അപ്പൊ നൈസായിട്ട് കമന്റ് ബോക്സ് അങ്ങോട്ട് ഓഫ് ചെയ്ത് അങ്ങോട്ട് വെക്കും. അപ്പൊ അതാണ് ഫസ്മിനയുടെ പണി ഇപ്പൊ നിലവിലുള്ളത്. കാര്യം ഇവർ എന്താണ് പണിയെന്ന്, ഒരു പണിയെന്ന് പറഞ്ഞാൽ ഒരു സൈഡിനകത്ത് വന്നിട്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്ത്, ആപ്പ് എന്ന് ഉദ്ദേശിച്ച നല്ല നല്ല ആപ്പുകളൊന്നും അല്ലട്ടാ. ഈ പറഞ്ഞ ഉഡായിപ്പ് ആപ്പുകൾ, ഈ ബെറ്റിംഗ് ആപ്പുകൾ, ഇതൊക്കെ ഭൂരിഭാഗം പേരുടെ കാശും പോകും. ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ഈ സോഷ്യൽ മീഡിയനകത്ത് കിടന്ന് കാണിക്കുന്ന ഇവരെ പോലുള്ളവരൊക്കെ പറയുന്ന കേട്ടിട്ട് ഓരോന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആരാണെങ്കിലും ഇപ്പൊ സോഷ്യൽ മീഡിയനകത്ത് പറയുന്ന ആരും അത് കണ്ണും പൂട്ടി ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കാര്യം ഇവരൊന്നും ഇവരുടെ കയ്യിലെ പൈസ ഇട്ടിട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇവരുടെ കയ്യിലെ പൈസ ഇവർ ഇട്ട് നോക്കുന്നു. പിന്നെ ഇവർ ഇപ്പൊ 50,000 രൂപ ഇട്ടെങ്കിൽ ഇവർക്ക് അപ്പൊ എത്ര രൂപ ഇവർക്ക് പ്രൊമോഷന്റെ ഭാഗമായിട്ട്
കിട്ടിയിട്ടുണ്ടാവും. അതും കൂടെ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ആരും ഈ വക സാധനത്തിൽ അത് പൈസ ഇടാൻ പാടില്ല. കാര്യം പൈസ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരു ഉറപ്പില്ല ആ ഒരു സാധനം തിരിച്ചു കിട്ടുന്നു. ചില ഇപ്പൊ ഇവര് പറയുമായിരിക്കും, ഇവരിനകത്ത് ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ പൈസ ഇട്ട് പക്ഷെ ഇത്രയും പൈസ നിങ്ങൾ ആരും ഇടരുത്, കാര്യം ഇത് റിസ്ക് ആണെന്നൊക്കെ ഉള്ള രീതിക്ക് അവർ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ ഇത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യാനാണ്. നിങ്ങളിത് പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നുള്ള നഷ്ടമെല്ലാം വരുന്നത് ഇത് ആരാണോ ഇത് ചെയ്തിട്ടുള്ളത്, അതായത് നിങ്ങളുടെ ഈ ഒരു സംഭവം കണ്ടിട്ട് ഈ സംഭവം ചെയ്തൊരാൾക്കായിരിക്കും അതിന്റെ നഷ്ടവും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതിന്റെ അടിയിൽ വന്നൊരു കമന്റ് ഇട്ടിട്ടാ, എനിക്ക് ആ കമന്റ് കണ്ടിട്ട് ഞാൻ ആ കമന്റ് എടുക്കാവേ. ആ ഒരു കമന്റ് കണ്ടിട്ട് ഞാൻ വായിക്കാം. അപ്പൊ ആ കമന്റ് തന്നെ ഇങ്ങനെയാണ്: കൂടിപ്പോയ ഒരു 3 മാസം ഒരു റീചാർജിന്റെ അത്രയും പോലും വാലിഡിറ്റി കാണിക്കില്ല ഇവളുടെ പ്രേമത്തിന് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ്. അപ്പൊ ഈ കമന്റ് ഇട്ടവരെ എന്തായാലും എനിക്ക് ഞാൻ ഒന്നും പറയല്ല. ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഭയങ്കര റിഗ്രസീവ്, നമ്മൾ മറ്റത് മറിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ പറയും. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അതൊരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ ഞാൻ ഒന്നും പറയണില്ല. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇതായിരിക്കും. ഇപ്പൊ ഇവരുടെ റിലേഷനെ പറ്റിയിട്ടൊക്കെയാണ് അതിട്ടേക്കത് ആയിരിക്കാം. അപ്പൊ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. അപ്പൊ ഈ ഒരു ഉഡായ്പ പ്രൊമോട്ട് ചെയ്യണത് മാത്രമാണ് എനിക്ക് പറയുന്നതൊരു വിയോജിപ്പായിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ എന്തോ ചെയ്തു, നിങ്ങൾ എവിടെ വേണമെങ്കിൽ പൊക്കോ, ഇപ്പൊ ആരോ കൂടെ അതൊന്നും അല്ല. ഇപ്പൊ അങ്ങനെ കമന്റ് ഇടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ കമന്റ് ഇടുന്നവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയൂല. കാര്യം ഇപ്പൊ ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നവര് എങ്ങനെ പറയാണ്ടിരിക്കും? അവര് കാണുന്നത് അതൊക്കെയാണ്, നിങ്ങൾ അതൊക്കെയാണ് കാണിച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു ദിവസം ഒരാളുടെ കൂടെ പോകും, പിന്നെ അടുത്ത ദിവസം അടുത്ത ആളുടെ കൂടെ പോകും. അത് നിങ്ങൾ പൊക്കോ, ഞാൻ പോകണ്ടെന്നൊന്നും പറയാനുള്ള. പക്ഷെ അത് കാണുന്ന ആൾക്കാർ അപ്പൊ ഇതേപോലെ കമന്റുകളൊക്കെ ഇട്ടെന്ന് വരാം. അതിനിപ്പോ നിങ്ങൾ ചെയ്യുന്നത് തന്നെ കാണുന്നവര് അവരുടെ അഭിപ്രായം അവർ പറയുന്നു, അത്ര ഉള്ളതായിട്ടാണ് എനിക്ക് അതിനകത്തൊക്കെ തോന്നിയിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു ഉഡായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യണ പരിപാടി നിങ്ങളൊന്ന് നിർത്താം. കാര്യം അത് ഇവര് ഇഷ്ടംപോലെ വീഡിയോസ് ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവരൊന്നും ഇതുകൊണ്ട് നിർത്തുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഈ ഒരു ഉളുപ്പില്ലാണ്ട് ഈ കാണുന്ന ആൾക്കാരെ കാശ് കളയുന്ന സാധനങ്ങൾ പിന്നെയും പ്രൊമോട്ട് ചെയ്തിരിക്കുക ശരിയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പൈസ കിട്ടുന്നുണ്ടാവാം. ഇപ്പൊ ഇവരൊക്കെ ഈ ഓഫർ ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞാൽ നിസ്സാര പൈസ ഒന്നുമില്ല, നല്ല പൈസയാണ് ഇവരൊക്കെ ഓഫർ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു റീലിന് തന്നെ അത്യാവശ്യം നല്ല പൈസ ഇവരൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോലുള്ള ക്രിയേറ്റേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്തിട്ട് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് പൈസ കിട്ടും, പൈസ കിട്ടിയാൽ മാത്രം മതി. അത് കാണുന്ന ആൾക്കാരെ പൈസ പോകുന്നതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല എന്നുള്ള രീതിക്കാണ് ഇവരുടെ ഇത്. അപ്പൊ ഇതേപോലുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കുക. എനിക്ക് അത്രയാണ് ഇവരോടൊക്കെ പറയാനുള്ളത്. പിന്നെ ഈ ഒരു കമന്റ് ഇട്ട അപ്പൊ എനിക്ക് എത്രയാണ് നിനക്ക് പറയാനുള്ളത്. അപ്പൊ പിന്നെ ഇവരായി പിന്നെ ഇവരെ പാടായി. ഇവരെന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. അവിടെ അവര് റീല് ടൂറ് പോവേ, അല്ലെങ്കിൽ പുതിയ ബോയ് ഫ്രണ്ട് ആയിട്ട് പോവേ, ഇനി ആ ബോയ് ഫ്രണ്ട് പോയിട്ട് അടുത്ത ബോയ് ഫ്രണ്ട് വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നമ്മളതിനകത്തൊന്നും ഇല്ല, നമ്മളതിനകത്തൊന്നും ഇല്ല. അപ്പൊ എനിക്ക് എത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.